1-2 മാസങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ലൈഫിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ പ്രോബ്ലം എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാനൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെൻ്റെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിച്ചു. എൻ്റെ കരിയറിനെ അത് ബാധിച്ചു. ഞാൻ എവിടെയൊക്കെയോ ചക്കായിപ്പിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് അത് കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾ ആവശ്യങ്ങൾ നമ്മൾ കൂടെ നിൽക്കുന്നവർ നമ്മളുടെ അടുത്ത് യഥാർത്ഥ സ്നേഹമുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളെ വഞ്ചിച്ചു പോയവരെ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു പോയവരെ ഓർത്തിരുന്ന് കരഞ്ഞ് തീർക്കാതെ 2025 കഴിഞ്ഞു, 2026 ആയി, ന്യൂ ഇയർ കഴിഞ്ഞു, പുതിയ വർഷം, പുതിയ റെസൊല്യൂഷൻസ്, പുതിയ പ്ലാൻസ്, പുതിയ ലൈഫ്, പുതിയ പ്രതീക്ഷകളായി എല്ലാവരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഈ ഒരു വീഡിയോ 2025 ഞാൻ എന്ത് നേടി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. 2025 എനിക്കൊരു റോളർ കോസ്റ്റർ റൈഡ് തന്നെ ആയിരുന്നു. തുടക്കത്തിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1-2 മാസങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ലൈഫിലെ കുറേ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിശ്വസിച്ച വ്യക്തികൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവും ലൈഫ് ലോങ്, അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിലും നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഈ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ പ്രോബ്ലം എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ആ കുറച്ച് വ്യക്തികൾ കാരണം എൻ്റെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ ഞാനൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെൻ്റെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിച്ചു. എൻ്റെ കരിയറിനെ അത് ബാധിച്ചു. ഞാൻ എവിടെയൊക്കെയോ സ്റ്റക്കായി പോയൊരു ഫീലിങ്സ് എനിക്കുണ്ടായി. പക്ഷേ ഇയർ എൻഡോടുകൂടി 2025 ഞാനത് തിരിച്ചറിഞ്ഞു. ഇതാണ് റിയാലിറ്റി. ഇങ്ങനെയാണ് എല്ലാവരും അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് അത് കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾ ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നവര് നമ്മളുടെ അടുത്ത് യഥാർത്ഥ സ്നേഹമുള്ളവരാണോ എന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകണം. ആ ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, ആ വ്യക്തികളിൽ നിന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കുന്നു നമ്മളൊന്ന് നോക്കിയാൽ മതി. അവരായിരുന്നോ നമ്മൾ ഇത്രയും നാളും നമ്മൾ അത്രയും വിശ്വസിച്ച് അത്രയും സ്നേഹിച്ച് നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചവരെന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ചെന്നെത്തല്ലേ. നമുക്ക് ശരീരത്തിന് ബാധിക്കുന്ന വൈറസിന് മരുന്ന് കണ്ടെത്തി, പക്ഷെ മനസ്സിന് ബാധിക്കുന്ന വൈറസിന് ഒരിക്കലും മരുന്ന് കണ്ടെത്താൻ സാധ്യമല്ല. സോ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ഒരു വർഷം ഞാൻ പഠിച്ചത് നെവർ ട്രസ്റ്റ് പീപ്പിൾ ബ്ലൈൻഡ്ലി. ഒരാളെയും അന്ധമായി വിശ്വസിക്കരുത്. ഈ കൂടെ നടന്ന് കൂടെ തന്നെ ഇരുന്ന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ അത്രയും ചൂഷണം ചെയ്ത് അവര് നമുക്ക് തന്നെ പണിതിട്ട് ഈ കാണുന്ന ഫേസ് ആയിരിക്കില്ല, ഇതിന് പുറകിൽ വേറൊരു ഫേസ് ഉണ്ട്. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. തിരിച്ചറിഞ്ഞ മുതൽ എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പുറത്തു വരാനും പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. വൺസ് നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ഈ ഒരു ലൈഫേ ഉള്ളൂ. ഒരൊറ്റ ലൈഫ് എവിടെ അവസാനിക്കുമെന്ന് അറിയാത്ത ഒരു കൊച്ചു യാത്രയാണ് നമ്മുടെ ലൈഫ്. സോ കിട്ടുന്ന സമയമെല്ലാം ബോണസായി വിചാരിച്ച് ഹാപ്പിയായി ജീവിക്കുക. നമ്മളെ വഞ്ചിച്ചു പോയവരെ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു പോയവരെ ഓർത്തിരുന്ന് കരഞ്ഞ് തീർക്കാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളുടെ ഡ്രീംസിന് പുറകെ പോവുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള എനർജിയും ഫ്യൂലൊക്കെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഞാൻ 2025 പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ ഒരാളെയും അന്ധമായി വിശ്വസിക്കരുത്. ഇത് എനിക്കുള്ള ലെസൺ അല്ല, ഇത് നിങ്ങൾക്കുള്ള ലെസനാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്. താങ്ക് യു.